ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കക്കരിക്ക വെച്ചിട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പം കക്കരിക്ക വേവിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം കക്കരിക്കയുടെ തൊലിയൊക്കെ മാറ്റി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റായി വെള്ളം ഇറങ്ങുന്ന വരെയും കുഴച്ചെടുക്കണം. കക്കരിക്ക ഒട്ടും തന്നെ വേവിക്കാതെയാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. ഇപ്പൊ ഇതേ കൈകൊണ്ട് കുഴച്ച് നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതേ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കക്കരി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഇവിടെ ഒരു കക്കരിക്കയ്ക്ക് ഒരു മുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും തൈരും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് ഇത് മെല്ലെയൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച കക്കരിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തൈരൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരിങ്ങനെ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തൈരിന്റെ ഫ്ലേവർ ഒട്ടും തന്നെ അറിയാത്ത ഒരു റെസിപ്പിയാണിത്. ഇനി ഈ അരപ്പ് മെല്ലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ തന്നെ ഇത് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് തിളച്ചു വരുന്നുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള കടുക് താളിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കടുക് താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കക്കരിക്ക വേവിക്കാതെ എല്ലാവരും പച്ചടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.